കോഴിക്കോട് വടകര കുട്ടോത്ത് നിന്നാണ് ആദ്യ വാർത്ത വരുന്നത്. 3 പേർക്ക് അയൽവാസിയുടെ കുത്തേറ്റു. മലച്ചാൽ പറമ്പത്ത് ശശി, സഹോദരൻ രമേശൻ, അയൽവാസി ചന്ദ്രൻ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി വടകര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇംതിയാസ്, എന്ത് പ്രകോപനമാണ് ഈ കത്തിക്കുത്തിൽ അവസാനിച്ചത്? ഈ പ്രതി ആരാണ്? ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്? അനശ്വര, ഇന്ന് വൈകിട്ട് 7:30യോടെയാണ് ഇങ്ങനെയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വടകര കുട്ടോത്ത് നിന്ന് വരുന്നത്. ഈ മലച്ചാൽ പറമ്പത്ത് ഷനൂജ് എന്ന് പറയുന്ന ആളാണ് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചത്. അതായത് ഈ മലച്ചാൽ പറമ്പത്ത് സഹോദരനും കുത്തേറ്റവരും ഒക്കെ അയൽവാസികളാണ്. അതിലിപ്പോൾ മലച്ചാൽ പറമ്പത്ത് ശശി, ഇവരുടെ സഹോദരൻ രമേശൻ, ഇവരുടെ തന്നെ അയൽവാസിയായിട്ടുള്ള ചന്ദ്രൻ എന്നിവർക്കാണ് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുള്ളത്. ഷനൂജും ഇവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് ഏത് രീതിയിലുള്ള പ്രകോപനത്തിലേക്കാണ് പോയത്, എന്താണ് കത്തിക്കുത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ 3 പേർക്കും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവാണ് ശശിക്കുള്ളത്. ശശി അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. അതോടൊപ്പം തന്നെ വയറിലും മറ്റു ശരീരത്തിന്റെ പിറകുവശത്തുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവരെല്ലാം ഉള്ളത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പറയുന്നു. അനുഷ്ഠ കോഴിക്കോട് വടകരയിൽ നിന്നാണ് അയൽവാസിയുടെ കുത്തേറ്റ് 3 പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശമാണ് ഇംതിയാസ് കരീം നൽകിയത്.